നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തിലെ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം വരും നാളുകളിൽ ദൈവകൃപയുടെ അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞത്. ദൈവം നൽകിയ താലന്തുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ക്ഷമ ചോദിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2026 സമാധാനവും ദൈവകരുണയും ലോകമെന്നും വ്യാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ജൂബിലി വർഷത്തിന്റെ ഭാഗമായി വത്തിക്കാൻ സന്ദർശിച്ച വിശ്വാസികളുടെ എണ്ണം 3 ദശലക്ഷം പിന്നിട്ടതായി വത്തിക്കാൻ അറിയിച്ചു. ലിയോ 14 പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വത്തിക്കാനിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പേപ്പൽ ഹൗസ് ഹോൾഡ് പ്രിഫെക്ചർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വിവിധ ആരാധനക്രമ ശുശ്രൂഷകൾ, പൊതുസദസ്സുകൾ, ജൂബിലി ആഘോഷങ്ങൾ, ത്രികാല പ്രാർത്ഥനകൾ എന്നിവയിലായി ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ബംഗ്ലാദേശിൽ മതപരവും വംശീയവുമായി ന്യൂനപക്ഷങ്ങൾ ഗുരുതരമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ. 2025 ആദ്യ 11 മാസത്തിനുള്ളിൽ 90 പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്രിസ്ത്യാനികൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ ബംഗ്ലാദേശിലെ വർഗീയ ഗ്രൂപ്പുകൾക്ക് ശക്തി പകരുന്നുണ്ടെന്നും ഇത് മേഖലയിലെ മതസൗഹാർദ്ദത്തിന് വലിയ ഭീഷണിയാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ സമാധാനത്തിനും ഐക്യത്തിനും ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുതുവത്സര സന്ദേശം നൽകിയത്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ സമാധാനപ്രിയമായ നമ്മുടെ രാജ്യത്തിന്റെ ധാർമ്മിക അടിത്തറയെ തകർക്കുന്നതാണെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. വർഷങ്ങളോളം ഭാരതത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി ജീവിതം സമർപ്പിച്ച സിസ്റ്റർ എം ജോഹാന ബ്രാൻഡ്സ്റ്റൈറ്റർ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 104 വയസ്സായിരുന്നു. സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി ഓഫ് ഹോളി ക്രോസ് സഭാംഗമായ സിസ്റ്റർ ബംഗളൂരു കത്തനൂർ ഹോളി ക്രോസ് കോൺവെന്റിൽ വെച്ചായിരുന്നു നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. ഓസ്ട്രിയയിലെ ഗാൻബർഗിൽ 1921 ജനിച്ച സിസ്റ്റർ 2ാം ലോക മഹായുദ്ധത്തിന്റെ ദുരിതങ്ങൾക്കിടയിൽ വളർന്നതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വായിച്ചതിലൂടെ ഭാരതത്തോടുണ്ടായ താല്പര്യമാണ് അവർ മിഷണറി പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.